വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് മഹാഗഠബന്ധന്. വിജയം JDU പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യം സംശയമാണ്. മത്സരിച്ച 101 സീറ്റിൽ 88 സീറ്റ് ജയിച്ച BJPയും മത്സരിച്ച 101 സീറ്റിൽ 79 സീറ്റ് മുന്നിട്ട് നിൽക്കുന്ന JDUവും വമ്പിച്ച വിജയം നൽകിയിരിക്കുന്നു. അതിൽ നമ്മൾ കാണേണ്ടത് മറ്റ് ഘടകകക്ഷികളും അതുപോലെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഒറ്റ മുന്നണിയായി പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് NDAയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഏതെങ്കിലും ഒരു പാർട്ടി പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. അതേസമയം തോറ്റപ്പോൾ കൂട്ടത്തോടെ തോക്കുകയും ചെയ്തു മഹാഗഠബന്ധന്റെ പാർട്ടികൾ. 135 സീറ്റിൽ മത്സരിച്ച RJD 31 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 4 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. 20 സീറ്റിൽ മത്സരിച്ച CPI-ML 5 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ ഇപ്പോൾ AIMIM പുതിയൊരു മുന്നണി ഉണ്ടാക്കി അവിടെ 5 സീറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ AIMIM-നെ സംബന്ധിച്ച് സാധിച്ചു. ബീഹാറിൽ വെൽഫെയർ പൊളിറ്റിക്സ് വിജയിച്ചിരിക്കുന്നു. അവസാന നാളുകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ക്യാഷ് ബെനിഫിറ്റ് അടക്കമുള്ള വെൽഫെയർ മെഷേഴ്സ് അനുകൂലമായ വോട്ട് ടേൺ ഔട്ട് ഉണ്ടാക്കിയിരുന്നു. അത് റിസൾട്ടിലും പ്രതിഫലിച്ചിരിക്കുകയാണ്. വനിതകൾ 71% വനിതകൾ അത്യുത്സാഹത്തോടു കൂടി വന്ന് വോട്ട് ചെയ്തത് നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കാനായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. 71.6% ആയിരുന്നു വനിതകളുടെ വോട്ടർ ടേൺ ഔട്ട്. ഇത്രയും അധികം വനിതകൾ കൂട്ടത്തോടെ വന്ന് ബീഹാറിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്തത് നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ MMRY മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അതുവഴി 10,000 രൂപയുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് സ്വീകരിച്ച 1.5 കോടിയോളം കുടുംബങ്ങൾ, 1.5 കോടിയോളം വനിതകൾ അവിടെ ഉണ്ട്. അതിൽ RJD-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, AIMIM-കാരുണ്ട്, പല പാർട്ടിക്കാരുണ്ട്, പല സമുദായക്കാരുണ്ട്. അവരൊക്കെ ഇതിനൊരു തുടർച്ച വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവസാന നിമിഷത്തിലെ സർജിക്കൽ സ്ട്രൈക്കായി വന്ന 10 ഹസാരി വലിയ ഒരു മാറ്റമുണ്ടാക്കിയെന്ന് വേണം ഈ സമയത്ത് പറയാൻ. മുഖ്യമന്ത്രി റോസ്റ്റാർ യോജന ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ ഏത് തരത്തിൽ അവിടെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 കോടി ജനങ്ങൾ, അല്ലെ 1.5 കോടിയോളം കുടുംബങ്ങളിലേക്ക് 10,000 രൂപ നേരിട്ട് എത്തി. ബീഹാറിലെ ജനസംഖ്യ വെച്ച് നോക്കുകയാണ്, ഒരു കുടുംബത്തിലെ ജനസംഖ്യ ഉൾപ്പെടെ ഒരു ആവറേജ് 5 6 ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ 6 കോടി പേരിലേക്കെങ്കിലും അക്കാര്യങ്ങൾ, ആ വിവരം എത്തുന്നുണ്ട്. 3 കോടി ജനങ്ങൾ തൊഴിലന്വേഷിച്ച് സംസ്ഥാനത്തിന് പുറത്താണ്. ജോലിയില്ലാതെ രജിസ്റ്റർ ചെയ്ത 3 കോടി 10 ലക്ഷം ജനങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയ ജനവിഭാഗത്തെ ആകെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്ന വലിയ വിജയമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. P. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ വിജയാഹ്ലാദം നടക്കുകയാണ്. BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഈ അവസാന നിമിഷത്തെ ഈ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരികയാണെങ്കിലോ ഈ ക്ലീൻ സ്വീപ്പ് കാണുമ്പോൾ? രതീഷ, ഈ നിതീഷ് കുമാർ ഈ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം തൻ്റെ ആദ്യത്തെ മന്ത്രിസഭ മുതലെടുത്തതാണ്. അതായത് അവിടെയാണ് ബാലികാ യോജന വന്നത്. അതായത് സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സൈക്കിൾ നൽകുക എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ശതമാനം വളരെ താഴ്ന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സൈക്കിൾ നൽകുന്ന ഒരു പദ്ധതി വന്നത്. അതായത് ഒരു വീട്ടിലെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് സൈക്കിൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ സൈക്കിൾ ചവിട്ടി എത്ര ദൂരെയായിരുന്നാലും സ്കൂളിൽ പോകാൻ പെൺകുട്ടികൾ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ വീട്ടിലെ ഏറ്റവും ഒരുപക്ഷെ പൂജിക്കുന്ന ഒരു വസ്തുവായി ഒരു കുടിലിന് മുന്നിൽ മകളുടെ സൈക്കിൾ ഉണ്ടായി എന്നുള്ളതാണ്. അന്ന് തുടങ്ങിയതാണ് ഈ നിതീഷ് കുമാർ ഈ വനിതാ വോട്ടർമാരെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ വോട്ടിംഗ് പ്രായം ആയിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ആയിട്ടുണ്ടാവും. അന്ന് ആദ്യം 20 കൊല്ലമായി. അപ്പോൾ ആദ്യത്തെ സർക്കാരിൽ നടപ്പാക്കിയ ഈ ബാലികാ യോജന മുതൽ നിതീഷ് കുമാർ വളരെ സജീവമായി തന്നെ ഈ ഒരു സ്ത്രീ വിഭാഗ വോട്ടർമാരെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണത്തെ വോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 2.5 കോടി സ്ത്രീകളാണ് പുരുഷ വോട്ടർമാരെക്കാൾ വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. അതൊരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. 71.78% പിന്നെ സ്ത്രീകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാരെക്കാൾ 8%-ലധികം വർധനമുണ്ടായിട്ടുമുണ്ട്. അത് ഈ പറഞ്ഞ ആ സൈക്കിൾ മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു വോട്ടർമാരെ കയ്യിലെടുക്കുന്ന ആ പദ്ധതികൾ തന്നെയാണ്. പിന്നെ മദ്യനിരോധനം വലിയ തോതിൽ അത് അവിടെ ഈ വീടുകളിൽ ശാന്തത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്ത്രീ വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പിന്നെ മദ്യ വിൽപ്പന രംഗത്തുള്ള അല്ലെങ്കിൽ തെങ്ങ് കയറുന്ന അല്ലെങ്കിൽ ഈ പന കയറുന്ന തൊഴിലാളികൾ പസി വിഭാഗത്തിൽ നിന്നുള്ള എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്, അതിപിന്നാക്ക വിഭാഗമാണ്. ആ പസി വിഭാഗം നിതീഷ് കുമാറുമായി അതുമായി തെറ്റിയിട്ടുണ്ട്. അവർ 2-2.5% വരുന്ന ഒരു വോട്ടിംഗ് മാത്രമേ ഉള്ളൂ.
ആ വിഭാഗം മാറിപ്പോയെങ്കിലും അവരുടെ വനിതകളടക്കമുള്ളവർ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ സ്ത്രീകൾ ജാതിയും മതവും നോക്കാതെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നവർക്ക് പിന്നിൽ അണിനിരന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ 2019 പിന്നെ ഉജ്ജ്വല യോജന BJPക്ക് എങ്ങനെ ഗുണം ചെയ്തു, അല്ലെങ്കിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചത് BJPക്ക് എങ്ങനെ ഗുണം ചെയ്തു എന്നുള്ളത് പോലെ തന്നെയാണ് ഇത്തവണ ബീഹാറിൽ അത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വോട്ടിംഗ് പാറ്റേൺ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, അഴിമതി ഉന്നയിക്കുന്നു, തൊഴിലില്ലായ്മ, കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവയായിരുന്നല്ലോ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മഹാഗഠബന്ധൻ പ്രചരണ രംഗത്ത് ഉയർത്തിയത്. അവ ഒരു ഘട്ടത്തിൽ പോലും ഏശാതെ പോയത് ദീർഘകാലമായി നിതീഷ് കുമാർ സർക്കാർ വളരെ സ്ലോ ആണെങ്കിലും സ്റ്റഡിയായി കൊണ്ടുവന്ന വികസനത്തിന്റെ കൂടി ഒരു തുടർച്ചയിലാണോ? തീർച്ചയായും അതൊരു തുടർച്ചയായ ഒരു പ്രക്രിയ തന്നെയായിരുന്നു പിന്നെ നിതീഷിൻ്റേത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, 7 ജില്ലകളിൽ വനിതാ വോട്ടർമാർ 14% കൂടുതലായിരുന്നു പുരുഷ വോട്ടർമാരെക്കാൾ. 10 ജില്ലകളിൽ 10% കൂടുതലാണ്. അപ്പം ആ വ്യത്യാസം നമ്മൾ കാണണം. അപ്പോൾ ആ വോട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റം കാണാതെ പോകരുത്. പിന്നെ മോദിയുടെ കാടളക്കിയിട്ടുള്ള പ്രചരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ എല്ലാ യോഗങ്ങളിലും പ്രധാനമായി പറഞ്ഞത് ജംഗിൾ രാജായിരുന്നു. കട്ട രാജ എന്ന് പറയും. കട്ട എന്ന് പറഞ്ഞാൽ നാടൻ തോക്ക് എന്നുള്ള അർത്ഥത്തിലാണ് കട്ട പറയുന്നത്. ആ ദിനങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങേണ്ടി നടക്കേണ്ടതല്ലേ എന്നുള്ളത്. അതിനേക്കാൾ ഉപരി ഈ ഒരു RJDയുടെ യുവജന വിഭാഗമാണെന്ന് തോന്നുന്നു, എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, ഒരു റീല് പുറത്തിറക്കിയിരുന്നു രംഗ്ദാർ എന്നുള്ള പേരിൽ. അതിൽ പ്രധാനമായും ഈ പ്രാദേശിക ഗുണ്ട നേതാക്കളുടെ പണപ്പിരിവിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ വീണ്ടും വരുന്നു എന്നുള്ള തരത്തിൽ. നിങ്ങൾ പണം തന്നില്ല എങ്കിൽ 6 ഗോലി ചലങ്കി എന്നുള്ളതാണ്, 6 തവണ വെടിവെക്കും എന്നുള്ളതാണ്. ഒരു തോക്കും കാണിച്ചുകൊണ്ട് അതാണ് പിന്നീട് മോദി തന്നെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഉപയോഗിച്ചത്. ഒരുപക്ഷെ RJDക്ക് തന്നെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചടിച്ചോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ആ റീല് വലിയ തോതിൽ അവിടെ ഈ എല്ലാ ഗ്രൂപ്പുകളിലും പ്രചരിച്ചിരുന്നു. അത് ഒരുപക്ഷെ ഈ യാദവ വനിതാ സ്ത്രീകൾ തന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ, ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ദിനങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള തരത്തിലുള്ളത്. പക്ഷേ ഈ ഒരു വിഷയം, വനിതാ വോട്ടർമാർ ജാതിയും മതവും കടന്ന് വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അത് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇതുണ്ട്, വിലയിരുത്തൽ, അതായത് കോൺഗ്രസ് മാത്രമാണ് തകരുന്നതെന്നുള്ളത്. ഇപ്പം RJDയുടെ വോട്ട് ബേസും പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. RJDയുടെ തന്നെ വോട്ട് ബേസുകൾ പോകുന്നു എന്നുള്ളതാണ്. ലാലു പ്രസാദ് യാദവ് അല്പസമയം മുമ്പ് തേജസ്വി യാദവിൻ്റെ വസതിയിൽ എത്തിയിട്ടുമുണ്ട്. പറ്റ്ന എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് പുരുഷ വോട്ടർമാർ സ്ത്രീകളെക്കാൾ വോട്ട് ചെയ്തിരിക്കുന്നത് കണക്കുകൾ പ്രകാരം. RJDയുടെ നില അത് കൂടുതൽ പരിങ്ങലാകുന്നു. 30 മാത്രമാണ് ഇപ്പോൾ RJDയുടെ ലീഡ്. അവർക്ക് 23% വോട്ടുണ്ട്. ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ എനിക്ക് തോന്നുന്നു RJDക്കാണ്. 23.07 RJDയുടെ വോട്ട് ഷെയർ. മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും കൂടുതലുണ്ട്. 135 സീറ്റ് അവർ മത്സരിച്ചു. മറ്റ് BJPയും JDU 101 സീറ്റുകളിൽ വീതമാണ് മത്സരിച്ചിട്ടുള്ളത്. മത്സരിച്ച സീറ്റുകൾ എന്നുള്ളത് ഒരു ഘടകമാണ്. പക്ഷേ ഇത് തോന്നുന്നു RJDയെ സംബന്ധിച്ച് അവരുടെ യാദവ വോട്ടിനപ്പുറത്തേക്ക് ഒട്ടും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. യാദവ വോട്ടിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിന്റെ കാര്യത്തിലും വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ AIMIM 5 സീറ്റ് നേടുമ്പോൾ വീണ്ടും കോൺഗ്രസ് 5 സീറ്റുമായി 5 സീറ്റ് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ CPIML വീണ്ടും പിറകോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവെക്കാൻ CPIMLന് കഴിയുന്നില്ല. CPIML 4 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. CPIM ഇപ്പോഴും ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. CPIML 4. അങ്ങനെ ഇടത് പാർട്ടികൾക്ക് 5 സീറ്റ്, കോൺഗ്രസിന് 5 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. BJP 90-ലെത്തിയിരിക്കുന്നു. BJP 90-ലേക്ക് എത്തുമ്പോൾ RJD 30-ലേക്ക്. ഇപ്പോൾ നോക്കൂ, 585 വോട്ടിന്റെ ലീഡ് മാത്രമാണ് തേജസ്വി യാദവിന് ഇപ്പോഴും രാഘവ്പൂരിലുള്ളത്. തേജസ്വി യാദവ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥിതി ഇപ്പോഴുമില്ല. രാഘവ്പൂരിൽ 585 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും 466, 226 അങ്ങനെ ചെറിയ മാർജിനിൽ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. 1271 സുർസാൻ മണ്ഡലത്തിൽ 1271 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. ബെർഹാരിയയിൽ 226 വോട്ടിന്റെ ലീഡ് മാത്രമാണ്. രാഘവ്പൂരിൽ 585 വോട്ടിന്റെ തേജസ്വിയുടെ ലീഡ് ആ നിലയിൽ തന്നെ തുടരുകയാണ്. 463 വോട്ടിന്റെ ലീഡ് ബക്തിയാർപൂരിൽ ഉള്ളൂ.
അങ്ങനെ പല മണ്ഡലങ്ങളിലും 595 വോട്ട്, മറ്റൊരിടത്ത് ഗോ മണ്ഡലത്തിൽ 595 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. 259 ഉള്ളൂ റാഫിഗഞ്ചിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 5-6 സീറ്റുകളിൽ ഇനിയും ഒരു അനിശ്ചിതത്വമുണ്ട്. BJP 90-ലെത്തിയിരിക്കുന്നു. BJP 90 സീറ്റിലും JDU 79 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. രണ്ട് പാർട്ടികളും 101 സീറ്റിൽ വീതമാണ് മത്സരിച്ചത്. BJPയുടെ പ്രകടനം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്, അതിഗംഭീരമെന്ന് പറയാം. 101 സീറ്റിൽ മത്സരിച്ച BJP 90 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. വിജയം സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അതിഗംഭീരമായ പ്രകടനം BJPയുടേത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നിലവിൽ BJPക്കാണ്. 101 സീറ്റിൽ മത്സരിച്ച് 90 സീറ്റിൽ വിജയിക്കുക. സ്പെക്ടാക്കുലർ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ ഷോ BJP അവിടെ നടത്തുന്നു. 101-ൽ 90 സീറ്റ്.